എന്നെ യുദ്ധത്തിലേക്കാ ചേർത്തത്. ഞാൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോയ ആളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, റഹ്മത്തുള്ള ഖാസിമി വിവാദ പുരുഷൻ, ആരോടൊക്കെയോ ഉള്ള വെറുപ്പ് മൂത്ത് അദ്ദേഹം ഇസ്ലാമിനെതിരിലും ഇസ്ലാമിൻ്റെ പ്രവാചകന്മാർക്കെതിരിലും ഇസ്ലാമിൻ്റെ പവിത്രമായ മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന ഇസ്ലാമിൻ്റെ പവിത്ര ചിഹ്നങ്ങളെയുമൊക്കെ അനാദരിക്കുന്ന അവഹേളിക്കുന്ന പ്രയോഗങ്ങൾ ഈ മനുഷ്യനിൽ നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് നിങ്ങൾക്കറിയാം, ധാരാളം വിഷയങ്ങളിൽ ഇസ്ലാമിക വിരുദ്ധ പ്രയോഗങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ, അതേപോലെ തന്നെ യാതൊരു നിലക്കുള്ള തെളിവിൻ്റെ പിൻബലവുമില്ലാത്ത കാര്യങ്ങൾ ഇദ്ദേഹം പറയുകയുണ്ടായി. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇയാൾ ഒരിക്കൽ നിന്ദിക്കുകയുണ്ടായി. അതേപോലെ പരിശുദ്ധമായ കഅബാലയം, മുസ്ലിമീങ്ങളുടെ കേന്ദ്രം, അത് വെറും കല്ലും മണ്ണുമാണ് എന്ന് യാതൊരു മാനസിക പ്രയാസവുമില്ലാതെ ഈ റഹ്മത്തുള്ള ഖാസിമി തട്ടിവിട്ടത് നമ്മളൊക്കെ കേട്ടതാണ്. അപ്പോഴൊക്കെ നമ്മളതിനെ നേരിട്ടിട്ടുമുണ്ട്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, അവസാനം വീണ്ടും വിവാദമുണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ശരിക്ക് ഇസ്ലാമിക വിരുദ്ധമായ, ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്ന കുഫ്രൻ ആശയങ്ങൾ വീണ്ടും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ 2 കേന്ദ്രങ്ങളെയും അവഹേളിക്കുന്ന നിലക്കുള്ള പ്രയോഗമാണ് ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇയാൾ പറഞ്ഞത്? മക്കയിലും മദീനയിലുമൊക്കെ പോയി അവിടെ നിന്ന് നേട്ടം കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനേക്കാൾ വലിയ വിഡ്ഢി മറ്റാരുമില്ല എന്നാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢികളാണ് അവർ എന്നാണ്. മുസ്ലിമിന് പറയാൻ കഴിയുമോ ഈ വാചകങ്ങൾ? മക്കയിലും മദീനയിൽ പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ല, മദീന മൂത്തയിടത്തേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത്? അതേപോലെ തന്നെ ഇമാം മഹ്ദി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവർ അറബികളായിരിക്കും. മാത്രമല്ല, ഇമാം മഹ്ദിയുടെ അനുയായികൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് ഹിന്ദുക്കളായിരിക്കുമെന്നും ഇയാൾ തട്ടിവിട്ടു. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു. അതേറെ വിവാദമായി, ഇവർക്കിടയിൽ തന്നെ ചർച്ചയായി. ഇവരുടെ പാളയത്തിൽ നിന്ന് തന്നെ അതിനെ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ ഗതികെട്ടപ്പോൾ എങ്ങനെയെങ്കിലും അതിനെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി പുതിയൊരു വിശദീകരണവുമായി റഹ്മത്തുള്ള ഖാസിമി രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെച്ച ഈ ഗൗരവമായ വാക്കുകൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഈ വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ വിശദീകരണം കൊണ്ട് വെളുപ്പിച്ചെടുക്കാനാകുമോ? നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. സഹോദരങ്ങളെ, മുമ്പൊക്കെ ഈ റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന മനുഷ്യൻ ഈ രൂപത്തിലുള്ള പിഴച്ച ആശയങ്ങളും വിശ്വാസങ്ങളും അബദ്ധജടിലമായ കാര്യങ്ങളും വിഡ്ഢിത്തങ്ങളുമൊക്കെ വിളിച്ചു പറയുമ്പോൾ സലഫികൾ മാത്രമായിരുന്നു അതിനെ എതിർത്തിരുന്നത്. അതിനെയൊക്കെ പ്രമാണങ്ങളെ കൊണ്ട് സലഫി പണ്ഡിതന്മാർ നേരിടുകയും പലപ്പോഴും അതിനൊന്നും ഉത്തരം പറയാനാകാതെ ഇയാൾ പിന്നെ പിന്മാറിപ്പോകലായിരുന്നു സാധാരണഗതിയിൽ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നിലക്കുള്ള ഗൗരവമായ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ മാത്രം കാരണമായി തീരുന്ന ഈ ആശയങ്ങൾ ഇയാൾ പറഞ്ഞപ്പോൾ ഇവരുടെ പാളയത്തിൽ നിന്ന് തന്നെ പ്രതികരണം തുടങ്ങി. സന്തോഷകരമായ കാര്യമാണ്. സിംസാറുൽ ഹഖ് ഹുദവി ഇദ്ദേഹത്തിൻ്റെ ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾക്കെതിരിൽ പ്രതികരിക്കുന്നത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മസീഹുദ് ദജ്ജാലിനെ കുറിച്ച്, ഇമാം മഹദിയെക്കുറിച്ച് ഒക്കെ ഇപ്പോൾ നമ്മൾ അറിയുന്നൊരു ഉസ്താദിൻ്റെ പ്രഭാഷണം വന്നു. എന്തോ സംഭവിച്ചത്, എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. കേട്ടില്ല സഹോദരങ്ങളെ, ഇത് തന്നെയാണ് സലഫികൾ ഇത്രയും കാലം പറഞ്ഞത്. ഇയാൾക്ക് എന്തോ കാര്യമായ തകരാറുണ്ട് എന്നാണ് പറയുന്നത്. അതെ, യഥാർത്ഥ ഒരു വിശ്വാസിക്ക്, അതല്ലെങ്കിൽ ശരിയായ നിലക്ക് സ്വബോധമുള്ള ഒരാൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയൂലല്ലോ. അതുകൊണ്ട് ഇയാൾക്ക് എന്തൊക്കെയോ ചില തകരാറുണ്ട് എന്നത് ശരി തന്നെയാണ്. അതുകൊണ്ട് ഇയാൾ പറയുന്നത് കേട്ടാൽ, ഇയാളെ ഫോളോ ചെയ്താൽ അത് ഒരു മുസ്ലിമിൻ്റെ പരലോകം അയാൾക്ക് നഷ്ടമാകാൻ കാരണമാകുമെന്നാണ് ഇത്രയും കാലം സലഫികൾ പറഞ്ഞത്. അത് ഇപ്പോൾ സമസ്തക്കാർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. സലഫികൾ പറഞ്ഞ കാര്യങ്ങളെക്കാൾ ഒന്നുകൂടെ ഗൗരവമായ നിലക്കാണ്
ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ സമസ്തക്കാരിൽ പലരും പ്രതികരിച്ചു തുടങ്ങുന്നത് ഇയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, റിദ്ദത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന നിലക്കുള്ള വിശദീകരണങ്ങൾ വരെ വരാൻ തുടങ്ങി. അത് റഹ്മത്തുള്ള ഖാസിമി തന്നെ പറയുന്നത് ഒന്ന് കേട്ടുനോക്കൂ. എന്നെ റിദ്ദത്തിലേക്കാ ചേർത്തത്. ഞാൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോയ ആളാണ്, നബിയെ നിന്ദിച്ച ആളാണ്. പ്രസംഗം പൂർണ്ണമായി അവർ കേട്ടില്ല, ലേഖനം അവർ വായിച്ചില്ല, വഹാബികൾ മുറിച്ചു കൊടുത്ത ക്ലിപ്പ് മാത്രം അവർ ഉപയോഗപ്പെടുത്തി. ഇയാൾക്ക് റിദ്ദത്ത് സംഭവിച്ചു എന്നാണ്, അതായത് ഇയാൾ മതത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും നിങ്ങൾ നോക്കൂ, ഇപ്പോഴുള്ള വിവാദത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് ഇയാൾ പറഞ്ഞത്? പരിശുദ്ധമായ കഅബാലയം, അതേപോലെ തന്നെ മദീനത്തെ ഹറമ്, ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ എത്ര സ്ഥാനമുള്ളതാണ്. ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്നത് ആ പുണ്യഭൂമിയിലൊന്ന് എത്തിച്ചേരണമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനുവേണ്ടി ക്യാഷ് സ്വരുക്കൂട്ടി, അതല്ലെങ്കിൽ സമ്പത്ത് സ്വരൂപിച്ച് എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് മക്കത്തും മദീനത്തുമൊക്കെ എത്തിച്ചേരുകയും അവിടെ നിന്ന് ഹജ്ജും ഉംറയും മറ്റുള്ള ആരാധനാ കർമ്മങ്ങളുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാകുമോ? ആ മുസ്ലിമീങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അയാളെ പണ്ഡിതൻ എന്ന് വിളിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അയാൾ പറയാണ്, മക്കത്തും മദീനത്തുമൊക്കെ പോയി നേട്ടം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢികളാണ് എന്നാണ് ഇയാൾ പച്ചക്ക് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം, എന്നിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ വിശദീകരണം വന്നല്ലോ ഇതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി, ആ വിശദീകരണവും നമുക്ക് കേൾക്കാം. എന്നിട്ട് എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ പറയുക, ഇയാൾ പറയുന്നത് എത്രമാത്രം ഗൗരവമാണ്, ഇയാൾ പറഞ്ഞത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടോ, ഇയാൾ പറഞ്ഞതിന് അതിനെ വെളുപ്പിക്കാനോ ന്യായീകരിക്കാനോ ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വിശദീകരണത്തിന് സാധ്യമാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ആദ്യം ഇയാൾ പറഞ്ഞത് കേൾക്കുക. മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല. മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ്. ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തോടുള്ള മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ്. ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എൻ്റെ വിശ്വാസം, ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, കേട്ടില്ലേ? എത്ര ഗൗരവമായ വാക്കുകളാണ്. ഈമാനുള്ള ഒരാളിൽ നിന്ന് ഇതുണ്ടാകുമോ? ഒരു മുസ്ലിമിന് ഇത് പറയാൻ കഴിയുമോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇയാൾ ഒരു പുതിയ ഇൻ്റർവ്യൂ, അതല്ലെങ്കിൽ ഒരു അഭിമുഖം എന്ന നിലയ്ക്ക് ഒരു നാടകം ഇയാൾ കളിച്ചു. ഇയാൾ തന്നെ ഒരാളെ അറേഞ്ച് ചെയ്തിട്ട് ഒരു നാടകം ഇയാൾ ഒപ്പിച്ചു. പക്ഷേ അതിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞതിന് ന്യായീകരണമാണോ? നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ. ഞാൻ സത്യത്തിന് വേണ്ടി ചില സമരങ്ങൾ നടത്തി എന്ന കാരണത്താൽ മക്കയും മദീനയും എനിക്ക് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ മക്കയും മദീനയും എന്നെ തേടി വരും എന്ന വാക്കിനർത്ഥം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തെ സ്വപ്നത്തിൽ ദർശിക്കുക, മരണവേളയിലെങ്കിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുത്തെത്തിച്ചേരുക. അപ്പോൾ തീർച്ചയായും അത് റഹ്മത്തുല്ലിൽ ആലമീൻ പരിഗണിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പുണ്യ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക്, പ്രേമത്തിന് ആരും എന്നെ ഒഴിവാക്കിയാലും റസൂൽ എന്നെ ഒഴിവാക്കൂല എന്നുള്ള ഞാനും റസൂലുള്ളാഹിയും തമ്മിലുള്ള ആ രഹസ്യ ബന്ധമാണ് ആ വാക്കിൽ പ്രതിഫലിക്കുന്നത്. അത്രേ അതിനർത്ഥമുള്ളൂ. ഈ രണ്ടാമത്തെ നാടകം നിങ്ങൾ കേട്ടില്ലേ? എന്താണ് ഇയാൾ പറഞ്ഞത്? മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമുള്ള ഒരു ന്യായീകരണം, അതല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന, അതല്ലെങ്കിൽ അതിനെ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന എന്തെങ്കിലും ഇയാൾ പറഞ്ഞു? ഇയാൾ പറഞ്ഞത് എന്താ? ഞാൻ സത്യം പറഞ്ഞിട്ട് എനിക്ക് മക്കയും മദീനയും തടയപ്പെട്ടു എന്നാണ്. എന്ത് സത്യമാണ് ഇയാൾ പറഞ്ഞത്? ഇയാൾ സൗദി അറേബ്യയെ സംബന്ധിച്ചും അവിടുത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചുമൊക്കെ പച്ചക്കളവുകളല്ലേ ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇയാൾ പ്രചരിപ്പിച്ച ഓരോ കളവുകളെയും നമ്മൾ കൃത്യമായ നിലക്ക് പിടികൂടിയിട്ടുമുണ്ട്. അതിനെ വിശദീകരിക്കാനോ വീണ്ടും അതിനെ ആ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ സമർത്ഥിക്കാനോ ഈ റഹ്മത്തുള്ള ഖാസിമിക്ക് കഴിഞ്ഞിട്ടില്ല. പല രൂപത്തിലുള്ള അദ്ദേഹം സൗദി അറേബ്യയെ സംബന്ധിച്ച് പല കത്തിന്, അബ്ദുൽ അസീസ് രാജാവ് എഴുതിയ കത്ത്, അങ്ങനെ പല സംഗതികളും അതൊക്കെ പൊളിച്ച് ഇയാൾക്ക് ശരിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ന്യായീകരിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഇനി പോകാൻ ഇയാൾക്ക് സാഹചര്യമില്ല എന്ന് തന്നെ നമുക്ക് സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ ഇയാൾ പറയേണ്ടത് എന്താണ്? എനിക്ക് മക്കത്തേക്കും മദീനത്തേക്കും അതല്ലെങ്കിൽ മദീനത്ത് പോയി അവിടെ മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്നാണോ പറയേണ്ടത്? മറിച്ചൊരു മുസ്ലിം പറയേണ്ടത് എന്താ? ഒരു വിശ്വാസി പറയേണ്ടത് എന്താണ്? അവിടേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എനിക്കില്ല, പക്ഷെ റബ്ബാണല്ലോ സാഹചര്യം ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ എനിക്ക് ആഗ്രഹമുണ്ട് അവിടേക്ക് പോകാൻ, അത് റബ്ബ് സാധിപ്പിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനാപരമായ, അതല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനാ മനസ്സല്ലേ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത്. ഈ രണ്ട് പുണ്യകേന്ദ്രങ്ങളോടും താല്പര്യമുണ്ടെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടെങ്കിൽ സത്യത്തിൽ ഈ നിലക്കുള്ള ഒരു പ്രാർത്ഥനാ നിർഭരമായ മനസ്സല്ലേ ഉണ്ടാകേണ്ടത്? എന്നാൽ ഇയാൾ പറഞ്ഞത് എന്താ? മക്കയോടും മദീനയോടും ഒരു മനുഷ്യന് ഒരു പ്രതിബദ്ധതയുമില്ല എന്നല്ലേ ഇയാൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യഭൂമിയായി പഠിപ്പിച്ചതല്ലേ മക്ക? അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ള പറഞ്ഞതല്ലേ? ആ മക്കയോട്, ആ ഹറമിനോട് മുസ്ലിമീങ്ങൾക്ക് പ്രതിബദ്ധതയില്ലേ? മദീന അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹറമാക്കിയതല്ലേ? പുണ്യഭൂമിയായി പഠിപ്പിച്ചതല്ലേ? അവിടെ പോയി മരിക്കുന്നത് പുണ്യമാണെന്ന് മുത്ത് നബിയല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മനിസ്തതാഅ അൻ യമൂത ബിൽ മദീന ഫൽയമൂത് ബിഹാ. മദീനയിൽ വെച്ച് മരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവൻ അവിടെ വെച്ച് മരിക്കട്ടെ. ഫഇന്നി അശ്ഫഉ ലിമൻ യമൂതു ബിഹാ. അവിടെ വെച്ച് മരിക്കുന്നവന് ഞാൻ ശുപാർശ ചെയ്യുമെന്ന് നമ്മുടെ ജീവന്റെ ജീവനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, പലരും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കങ്ങനെ ആഗ്രഹമില്ല. ഇതാണോ പറയേണ്ടത്? എനിക്ക് സാഹചര്യമില്ല, റബ്ബ് ഈ പുണ്യം നേടാനുള്ള സാഹചര്യം എനിക്ക് തരട്ടെ എന്നല്ലേ ഇയാൾ പറയേണ്ടത്? അതാണ് ഞാൻ പറയുന്നത്. ഈ മനുഷ്യൻ സലഫുകളുടെ മാതൃക പിൻപറ്റുന്നയാളല്ല. ഇയാൾ പിഴച്ചു പോയിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബിമാർ പ്രാർത്ഥിച്ചതെന്താ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദുആ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: വജഅൽ മൗതി ഫീ ബലദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എൻ്റെ മരണം നിന്റെ പ്രവാചകന്റെ നാട്ടിൽ വെച്ച് മരിക്കാനുള്ള തൗഫീഖ് എനിക്ക് തരേണമേ എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. ഇതാണ് സ്വഹാബത്തിന്റെ മാർഗം. ഇയാൾ പറയാ എനിക്ക് ആഗ്രഹമില്ല. ആഗ്രഹിക്കുന്നവരെ പോലും നിരുത്സാഹപ്പെടുത്തുകയാണ് ഈ മനുഷ്യൻ. ഇയാൾ ഇസ്ലാമിന്റെ ശത്രുവാണോ ഇസ്ലാമിന്റെ മിത്രമാണോ? നിങ്ങൾ തീരുമാനിക്കുക. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയണം, പവിത്ര ഭൂമിയിൽ വെച്ച് മരിക്കാൻ അള്ളാഹുവിനോട് തേടൽ മുസ്തഹബായ കാര്യമാണ്. എന്നിട്ട് പറയാൻ, മദീന മൂത്തയിടത്തേക്ക് വരിക വേണ്ടത്, ഞാൻ മദീനത്തേക്ക് പോകുന്നില്ല, എനിക്ക് പോകാൻ സാഹചര്യമില്ല, എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയും. ഇയാളെ കാര്യം ഇയാൾക്ക് പറയാം. എന്നിട്ട് പറയണം, മൊത്തം മുസ്ലിമീങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അവിടെ പോയി പുണ്യം നേടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇയാളെ കാര്യമില്ല, ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്ന് ഇയാൾ മൊത്തത്തിലാ പറയുന്നത്. ആലോചിച്ച് നോക്ക്, ഇത് അവഹേളനമല്ല എന്ന് ഇതിനെ ന്യായീകരിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടെ ആ വാചകം ഒന്ന് കേട്ടു നോക്ക്. മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്നും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിനെന്ത് ന്യായീകരണമാണ്, എന്ത് വിശദീകരണമാണ് റഹ്മത്തുള്ളാക്ക് പറയാനുള്ളത്? മൊത്തത്തിൽ നിങ്ങൾ ഈ പുണ്യഭൂമികളെ അനാദരിക്കുകയല്ലേ ചെയ്തത്? നിങ്ങൾ ഏതാശയമാണ് പ്രചരിപ്പിക്കുന്നത്? ഏത് വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്? അത് ശരിക്കും മുസ്ലിം ലോകം നിങ്ങളെക്കുറിച്ച്, കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. ഒരു നേട്ടം എന്നിട്ട് ഇയാൾ വിശദീകരിക്കാണ്, അത് ലോകരെ കാണിക്കാൻ വേണ്ടി പോകുന്നവരെ കുറിച്ച് പറഞ്ഞതാണ്. അതാണോ നിങ്ങൾ പറഞ്ഞത്? നേട്ടം കിട്ടുമെന്ന്, പുണ്യഭൂമികളിൽ പോയി പവിത്രമായ അവിടുത്തെ പുണ്യവും നേട്ടവും കിട്ടുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങൾ വിഡ്ഢികൾ എന്ന് യാതൊരു അറപ്പും വെറുപ്പുമില്ലാതെ ഉളുപ്പുമില്ലാതെ നിങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഇതിനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ പറയാ, മദീന മൂത്തയിടത്തേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹേയ്, അള്ളാന്റെ റസൂല് മൂത്തയിടത്തേക്ക് വരണമെന്നാണ് അത്ര ഇയാൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടോ? മക്കയും മദീനയൊക്കെ ആരെങ്കിലും തേടിപ്പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടോ ഇസ്ലാമിൽ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്തേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉടലോടെ വരുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലുണ്ടോ? അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളെക്കാളൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനെ ജീവനേക്കാൾ സ്നേഹിച്ചവര് അവിടുത്തെ സ്വഹാബിമാര്, താബിഉകള്, തബഉ താബിഉകള്, അവർക്കൊക്കെ നബി തങ്ങളോടുള്ള ഇഷ്ക്, അതും നിങ്ങളുടെ സ്നേഹവും തമ്മിൽ അജഗജാന്തരമുണ്ട് മുസ്ലിയാരെ. ആ ഏതെങ്കിലും ഒരു സഹാബിയോ അതല്ലെങ്കിൽ താബിയോ തബഉ താബിയോ മുൻഗാമികളോ ആരെങ്കിലും പറഞ്ഞോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ ഭാഗമായി ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് പ്രവാചകൻ വരും എന്നോ അതെങ്കിൽ വന്നു എന്നോ ഒരു സാക്ഷ്യം ഉടലോടെ അള്ളാഹുവിന്റെ റസൂല് വന്നത് അവരാരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയത് തെളിയിക്കാൻ റഹ്മത്തുള്ളാക്ക് സാധിക്കുമോ? വിവരക്കേട് വിളിച്ചു പറഞ്ഞ് ജനങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴിപിഴപ്പിക്കുന്നത്? എന്നിട്ട് ഇയാൾ പറയാണ്, എനിക്ക് അള്ളാന്റെ റസൂലിനോടും ഏറെ സ്നേഹമുള്ള ആളാണ് ഞാൻ, അത് എല്ലാവർക്കും അറിയുന്ന. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു പരമാർത്ഥമാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു വർക്കിലാണ് ഞാനുള്ളത്. എങ്ങനെയുണ്ട്? ഇതൊക്കെ വിളിച്ചു പറഞ്ഞ വ്യക്തി പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതിൻ്റെ വർക്കിലാണ് ഞാൻ. ആർക്കറിയാം?
നിങ്ങൾക്കും നിങ്ങൾ പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ട് തക്ബീർ വിളിക്കുന്ന ചില പൊട്ടന്മാരും പറയുമെന്നല്ലാതെ ആരെങ്കിലും നിങ്ങൾക്ക് അള്ളാന്റെ റസൂലിനോട് സ്നേഹമുണ്ട് എന്ന് പറയോ? സ്നേഹമുള്ള ഒരാൾ ഇങ്ങനെ പറയോ? ഈ സംഗതികൾ പറയുമോ? അല്പം ഈമാനിന്റെ ഒരു കണികയുള്ളയാള് ഈ നിലക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ പറയോ? ഇതൊക്കെ ശത്രുവിന്റെ പ്രയോഗമല്ലേ? ഇസ്ലാമിന്റെ ശത്രുക്കളെയല്ലേ ഇത് സന്തോഷിപ്പിക്കുന്നത്? അറബികളെ ചീത്ത പറയുന്നുണ്ട്, അതേപോലെ മഹ്ദി ഇമാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അബദ്ധജടിലമായ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പിൽ ഓരോന്ന് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ പൊട്ടത്തരവും വിവരക്കേടും അതേപോലെ ഈ പിഴച്ച ആശയങ്ങളെയും ഞങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആശയം കയ്യിൽ വേണം. ശിർക്കും ബിദ്അത്തും അനാചാരങ്ങളും തോന്നിയ കോലത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന നിങ്ങൾക്കാണോ പ്രവാചക പാരമ്പര്യമുള്ളത്? അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്തുള്ളത്? അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് പാരമ്പര്യമാണുള്ളത്? എന്നിട്ട് ഇപ്പോൾ അവസാനം പറയാണ്, ഇതൊന്നും ആർക്കും മനസ്സിലാകാത്തത് സൂഫി പ്രയോഗമാണ്. സൂഫി പ്രയോഗമായതുകൊണ്ടാണ് അത്ര മനസ്സിലാകാത്തത്. തോന്നിയത് വിളിച്ചു പറഞ്ഞ് കുടുങ്ങിയപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാണ് സൂഫി പ്രയോഗമാണെന്ന്. കേട്ടു നോക്ക്. ഇന്ന് സൂഫിസം മനുഷ്യൻ്റെ മനസ്സെന്ന് പോയി. ഒരു സൂഫിയുടെ ശൈലിയിൽ പറയുന്ന വാക്ക്, ഞാൻ സൂഫിയാന്ന് പറയല്ല, പക്ഷേ ഒരു സൂഫിയുടെ താളാത്മകതയും ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ അപമാനിക്കുക എന്നുള്ളൊരു വാക്ക് നമ്മളിൽ നിന്ന് എങ്ങനെ ഉണ്ടാവാനാണ്? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നിടത്ത് നമ്മളെ പൊതുജനവും എല്ലാവരും, പഴയ കാലത്ത് പൊതുജനത്തിന് ഇതിലൊന്നും സംശയമില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തസവുഫിൻ്റെ രീതികളൊക്കെ സൊസൈറ്റിയിൽ നിന്നും മനുഷ്യ മനസ്സൊന്നും അകന്നു പോയതാണ്. ഇത്തരം വാക്കുകളൊക്കെ അനുവാചകർക്കും മനസ്സിലാകാനുള്ള പ്രയാസങ്ങൾ. സൂഫി പ്രയോഗമാണത്രേ. സൂഫി എന്ന് പറയുന്നൊരു പ്രയോഗം ഇസ്ലാമിലുണ്ടോ? പിൽക്കാലത്ത് ആരൊക്കെയോ തട്ടിപ്പടച്ചുണ്ടാക്കിയ ആശയമല്ലേ അത്? ഇസ്ലാമിലുണ്ട്. ഓരോരുത്തർക്കും തോന്നുന്നത് അള്ളാഹിൻ്റെ ദീനിൻ്റെ ഭാഗമായിട്ട് പറയാം, ഇൽഹാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ദീനാണെന്ന് പറഞ്ഞ് വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ തട്ടിപ്പടച്ചുണ്ടാക്കുക, എന്നിട്ട് സൂഫി എന്ന് പറയുക. അങ്ങനെ ഒന്നും സംഗതി ഇസ്ലാമിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവിടുന്ന് തോന്നുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനായി പറയാനുള്ള അവകാശമുണ്ടോ, അനുവാദമുണ്ടോ? വമാ യൻതിഖു അനിൽ ഹവ എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി തങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പിൽക്കാലത്ത് ഞങ്ങൾ സൂഫികളാണ് എന്ന് പറഞ്ഞ ആളുകൾ, അവർക്ക് ചില പ്രയോഗം ഇഷ്കിന്റെ ഭാഗമായി അവർ പല കാര്യങ്ങളും പറയാ, അവർ കാട്ടിക്കൂട്ടുക, തുണി കഴിച്ച് നടക്കുക, തുണി ഉടുക്കാതെ നടക്കുക, അതേപോലെ അനൽ ഹക്ക് ഞാൻ അള്ളയാണെന്ന് പറയാ, അള്ളാനെ തിന്നുന്നു എന്ന് പറയാ. നഞ്ഞി റഹ്മത്തുള്ള പറയട്ടെ, ഞാൻ അള്ളയാണെന്ന് പറയട്ടെ, പ്രസംഗിക്കട്ടെ, തുണി അഴിച്ചിട്ട് നടക്കട്ടെ. സൂഫികൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ? അതിൻ്റെ പേരിൽ എന്തൊക്കെ കോലാഹലങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തോന്നിയതാണ് പറയാ, വിളിച്ചു പറയാം. എന്നിട്ട് സൂഫി പ്രയോഗമാണ്, കുടുങ്ങുമ്പോൾ അതൊക്കെ സൂഫി പ്രയോഗമാണ് എന്ന് പറയാം. ഒരാൾ പറയാ, ഞാൻ പറയുന്നു രണ്ടല്ലുണ്ട് എന്ന്, എന്നിട്ട് വിവാദമാകുമ്പോൾ പറയാം അത് ഒരല്ലയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് അനുവാചകർക്ക് മനസ്സിലായിട്ടില്ല, സൂഫി പ്രയോഗമാണ്. ഇതിനല്ലേ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറയുന്നത്? ശുദ്ധ വിഡ്ഢിത്തമല്ലേ ഈ വിളിച്ചു പറയുന്നത്? തോന്നിയത് വിളിച്ചു പറയാ ഇസ്ലാമിൻ്റെ പേരിൽ. ഇതല്ലേ ഇപ്പോൾ നിങ്ങൾ ചെയ്തത്? അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ നടത്തിയ ഈ അഭിമുഖം, നിങ്ങൾ മുമ്പ് പറഞ്ഞ സംഗതിയെ ഒരു നിലക്കും അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നും അതിലില്ല. നിങ്ങൾ കുടുങ്ങിയിടത്ത് കിടന്ന് ഉരുളുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിമർശനത്തിന് വിധേയമാകുക തന്നെ ചെയ്യും. ഇനി മഹ്ദി ഇമാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞ വിവരക്കേട് ഇൻഷാ അല്ലാഹ് വഴിയെ ഞങ്ങൾ പിടികൂടുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഇതിൽ സംഘടനാ പക്ഷപാതിത്വമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, ഈ രൂപത്തിൽ പ്രസംഗിക്കുന്ന ആളുകളെ കരുതലോടെ കണ്ടിട്ടില്ല എങ്കിൽ അവർ നമ്മുടെ ഈമാൻ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ ഗൗരവമായ നിലക്കുള്ള ചിന്ത ഉണ്ടാകണം. ഇതിപ്പോൾ സെലഫികൾ മാത്രം പറയുന്നൊരു കാര്യമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് തന്നെ ഇയാളെ തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇനിയും ഇദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് ഇദ്ദേഹത്തെ മനസ്സിലാകും. അതുകൊണ്ട് സത്യമായി മനസ്സിലാക്കുക, ഇത്തരം പിഴച്ച ആളുകളെ പിൻപറ്റുന്നതിൽ ജാഗ്രത പുലർത്തുക. അവർ നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമാർഗത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.